മനസ്സിൽ കൊള്ളുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങൾ വസിയത്തുകൾ നൽകിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ലോകത്തോട് അവസാനമായി കണ്ണുകളടക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊരുത്തം വാങ്ങി. അല്ലേ, നമ്മൾ പഠിച്ചു ഏതൊരു ഭർത്താവിന്റെയും പൊരുത്തം വാങ്ങുന്ന ഭാര്യയാണ് വിജയിച്ചവൾ. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഏതൊരു ഭാര്യയുടെ പൊരുത്തം വാങ്ങി ജീവിക്കുന്ന ഭർത്താവാണ് വിജയിച്ചവർ. അവസാന നിമിഷങ്ങളിൽ പോലും രണ്ടുപേരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടെ റാഹത്തോടെ ലോകത്തോട് വിട പറയാൻ കണ്ണടക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചു നൽകിയ നാലാമത്തെ വസിയത്ത് എന്താ? മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് അവസാനമായി വസിയത്ത് ചെയ്യുന്ന നാലാമത്തെ വസിയത്ത് എന്തെന്നറിയോ? അലിയാരെ തങ്ങളെ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ലോകത്തോടെ വിട പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണേ തങ്ങളെ. അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്റെ സഹോദരിയായ മഹദിയായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ മകളെ ഉമാമായ സഹോദരിയെ നിങ്ങൾ വിവാഹം കഴിക്കണം തങ്ങളെ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ഫാത്തിമ ഫീ ഇഖ്താരിഹാ, എന്തേ നീ അങ്ങനെ തെരഞ്ഞെടുത്ത് പറയാൻ കാരണം? ഫാത്തിമ, എന്തേ ഫാത്തിമ നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉമാമയെ വിവാഹം കഴിക്കണമെന്ന് നീ പറയാൻ കാരണമെന്താ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, തകൂന വലദീ നസ്ലി, ഒരുപാട് കാരണങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു പോയ പ്രധാനപ്പെട്ട പോയിന്റ് എന്തെന്നറിയോ? ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തനിച്ചാവാൻ പാടില്ല തങ്ങളെ. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ഈ കാക്ക് പിന്നെ ആരാണെന്ന് ആലോചിച്ചു കരയുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഞാനുണ്ടാകുമ്പോ നിങ്ങൾക്ക് ഭക്ഷണത്തിന് പേടിക്കണ്ടല്ലോ, ഞാനുണ്ടാകുമ്പോ നിങ്ങൾക്കൊരു കുറവും ഞാൻ വരുത്തിയിട്ടില്ലല്ലോ തങ്ങളെ. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഒറ്റക്കാകുമല്ലോ തങ്ങളെ. മാത്രമല്ല ഉമാമയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ മറ്റൊരു രഹസ്യം എന്താണെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട പൊന്നാര മക്കളില്ലേ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജീവിച്ചു കൊതിരീരും മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന മഹദിയവറുകളെ തന്റെ പിഞ്ചാര മക്കളെ സമീപത്ത് നിർത്തിയിട്ട് ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹയുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവസാനമായി പറയുന്ന തങ്ങളെ, നമ്മുടെ ഹസൈൻ ഹുസൈന് തനിച്ചാവാ പാടില്ല തങ്ങളെ. ഞാൻ വിട പറഞ്ഞു കഴിഞ്ഞാൽ പാവമല്ലേ നമ്മളെ മക്കളെ മുത്തുറസൂലുള്ളാഹിയോളത്തിട്ട് വളർത്തിയ നമ്മളെ പുന്നാര മക്കളെ, മുത്തുനബി ഭക്ഷണം കൊടുത്ത് വളർത്തിയ നമ്മളെ പുന്നാര തങ്കക്കുടങ്ങള് അല്ലാഹുവിന്റെ ഹബീബ് തോളത്തിട്ട് തണല് പോലെ നൽകി ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് ഏത് സമയത്തും ഉണ്ടായിരുന്ന നമ്മുടെ പുന്നാര മക്കളായ ഹസൈൻ ഹുസൈൻ റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുവേ, ചെറിയ മക്കളാണല്ലോ, ചെറിയ മക്കളെ തനിച്ചാക്കി ഉമ്മ ലോകത്തോട് വിട പറയുമ്പോ ആ മക്കൾക്ക് ആ സമയത്ത് അതിന്റെ വില മനസ്സിലാകൂല, ആ മക്കൾക്ക് ആ സമയത്ത് അതിന്റെ സങ്കടം തിരിച്ചറിയൂല. ചെറിയ പ്രായത്തെ ഉമ്മ വിട പറഞ്ഞ് ഉമ്മ നഷ്ടപ്പെട്ട മക്കൾ എത്രയാ? മുഹമ്മദീനെ ഓത്തിനായ ചില്ല ഓമനിക്കാൽ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ഓ
മുഹമ്മദീനെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തിനായ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണോ ബാപ്പ ജീവിപ്പില്ല കുഞ്ഞുനാളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ബഹുമാനപ്പെട്ട പിതാവ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടുത്തെ മാതാവ് ആമിന ബീബി റളിയല്ലാഹു അൻഹാ രണ്ടുപേര് ലോകത്തോട് വിട പറഞ്ഞതല്ലേ യതീമായി വളർന്ന മുത്തുനബി യതീമായി വളർന്ന പുന്നാര ഹബീബ് യതീമായി വളർന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ എത്ര മക്കളുണ്ട് ചെറുപ്പക്കാരാ എത്ര മക്കളുണ്ട് പെങ്ങളെ ചെറുപ്പത്തിലെ ഉമ്മ വിട പറഞ്ഞു പോയ മക്കളുണ്ടല്ലോ ചെറുപ്പത്തിലെ കുഞ്ഞുനാളിലെ ബാപ്പ വിട പറഞ്ഞു പോയ മക്കളുണ്ടല്ലോ ആ മക്കൾക്ക് അല്ലാഹു നല്ല സമാധാനം കൊടുക്കട്ടെ പറയാറില്ലേ നമ്മൾ ഉസ്താദേ എന്റെ ഉമ്മ എന്റെ ജീവിതം അങ്ങനെയാ ഉമ്മയില്ലാത്ത ജീവിതം ബാപ്പച്ചിയില്ലാത്ത ജീവിതം ബാപ്പ നമുക്കുള്ള തണൽ മരമാണ് ഉമ്മ നമ്മുടെ തണൽ മരമാണ് അല്ലാഹുവേ ഞങ്ങൾ ഉമ്മക്കും ബാപ്പക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ് ഉമ്മയില്ലാത്ത ലോകം ബാപ്പയില്ലാത്ത ലോകം അല്ലാഹുവേ സ്വർഗീയ ലോകത്ത് അവരുടെ ചാരെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ് എത്ര ആളുകൾ ഇന്നും അതിന്റെ കണ്ണുനീരല്ല ഉമ്മയും ബാപ്പയും ഇല്ലാത്തതിന്റെ അല്ലേ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയാ ഞാൻ കണ്ണുകൾ അടച്ചാൽ എന്റെ മക്കൾക്കാരാണ് അല്ലാഹുവേ അതാണ് നമ്മുടെ പലരുടെയും ഉമ്മമാര് എത്ര ഉമ്മമാര് അറിവിന്നിലാവിന്റെ നിലാമുറ്റത്തുമൊന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഉസ്താദേ എന്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് എന്നെ പുന്നാരമോളെ കല്യാണം ഒന്ന് ശരിയാവണം ഉസ്താദേ എന്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് എന്റെ മോളുടെ അസുഖമൊന്ന് മാറണം ഉസ്താദേ എന്റെ സുഖമില്ലാത്ത മോനെ കൂട്ടിന് ഞാൻ മരിച്ചാ പിന്നെ അവനാരാ ഞാൻ മരിച്ചാ പിന്നെ അവനാരാ നോക്കുന്നത് ഉസ്താദേ അവന് ഭക്ഷണം കൊടുക്കാനാരാണ് ഉസ്താദേ എന്റെ മോൾക്ക് ഭക്ഷണം കൊടുക്കാനാരാണ് ഉസ്താദേ ഞാൻ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് എന്റെ പുന്നാര മക്കളെ കല്യാണമെന്ന് ശരിയാവണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് അറിവിന്ദിലാവിന്റെ നിലാമുറ്റത്ത് വന്ന ഉമ്മമാര് എത്രയാണ് റബ്ബേ ഞങ്ങളെ സഹോദരിമാരെ കല്യാണം നീ ഒന്ന് ശരിയാക്കി തരണേ അല്ലാഹ് ഞങ്ങളെ സഹോദരങ്ങളുടെ കല്യാണം നീ ഒന്ന് ശരിയാക്കി തരണമല്ലാഹ് എത്ര ഹൈന്ദവ കുടുംബങ്ങളിലെ അമ്മമാര് എന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അറിവിന്ദിലാവിന്റെ നിലാമുറ്റത്ത് വന്ന് എത്ര അച്ഛന്മാരെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എന്റെ മകന്റെ കല്യാണം എന്റെ മകളുടെ കല്യാണം ശരിയാവണം ഉസ്താദ് എന്ന് ദുആർക്കോ ഉസ്താദ് അറിവിന്ദിലാവിൽ വെച്ചൊന്ന് പ്രാർത്ഥിക്കോ എന്ന് പറഞ്ഞ മാതാപിതാക്കളുണ്ട് റബ്ബേ അവരെ കണ്ണുനീര് നീ കാണണം അല്ലാഹ് പറഞ്ഞു വന്നത് കുഞ്ഞുനാളിൽ തന്നെ ഉമ്മ നഷ്ടപ്പെട്ടവരെ ബാപ്പ നഷ്ടപ്പെട്ടവരെ അറിവിന്ദിലാവ് കേൾക്കുന്ന ചെറുപ്പക്കാരാ എപ്പോഴും നിങ്ങളോട് ഉസ്താദ് പറയുന്നൊരു വാക്കുണ്ട് ഉമ്മാന്റെ ജീവിതകാലത്ത് ഉമ്മയെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിക്കോ ചെറുപ്പക്കാരാ ബാപ്പയുടെ ജീവിതകാലത്ത് ബാപ്പയെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിക്കോ ചെറുപ്പക്കാരാ ആ ഉമ്മയും ബാപ്പയും ഉള്ള കാലത്താണ് ജീവിതത്തിന്റെ സന്തോഷം അറിയുന്നത് ആ ഉമ്മയും ബാപ്പയുമുള്ള കാലത്താണ് ജീവിതത്തിന്റെ മനോഹരം നിനക്ക് മനസ്സിലാകുന്നത് ഉമ്മ വിട പറഞ്ഞാൽ ബാപ്പ വിട പറഞ്ഞാൽ പിന്നെ ജീവിതത്തിന്റെ അർത്ഥം അവസാനിക്കുകയാണ് അല്ലാഹുവേ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അബിയാർ തങ്ങളോട് പറയാണ് തങ്ങളെ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഉമാമയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണ് നമ്മുടെ പുന്നാര മക്കളില്ലേ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവര് ഒറ്റപ്പെടാൻ പാടില്ല തങ്ങളെ അവർക്കാരാ പിന്നെ ഉള്ളത് തങ്ങളെ അവർക്കാരാ പിന്നെ ഉള്ളത് തങ്ങളെ അതുകൊണ്ട് എന്നെ പോലെ സ്നേഹം കൊടുക്കാൻ കഴിവുള്ള ഉമാമ എന്നെ പോലെ ലാളന കൊടുക്കാൻ കഴിവുള്ള ഉമാമ ഫാത്തിമയെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന
കഴിയുന്ന ഉമാമ, ഞാൻ എന്റെ ഹസൈൻ ഹുസൈനിനെ പൊന്നു പോലെ നോക്കുന്നത് പോലെ എന്റെ പുന്നാര മക്കളെ നല്ലതുപോലെ നോക്കാൻ കഴിവുള്ളവളാ ഉമാമ. അതുകൊണ്ട് നിങ്ങൾ ഉമാമയെ കല്യാണം കഴിക്കണം നിങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ഉമാമയ്ക്ക് വിവാഹം കഴിക്കണം നിങ്ങളെ. കുഞ്ഞുനാളിൽ നമ്മുടെ മക്കൾ ഉമ്മയില്ലാത്ത സങ്കടം, ഉമ്മയില്ലാത്ത സങ്കടം, ഉമ്മയില്ലാത്ത സങ്കടം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഉമാമയെ കൊണ്ട് കഴിയുന്നതാണ് തങ്ങളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ 4ാമത്തെ വസിയത്ത് എന്താ? ഞാൻ വഫാത്തായാൽ ഞാൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊരുത്തപ്പിടിപ്പിക്കൽ കഴിഞ്ഞു, പിന്നെ നിങ്ങളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത് എന്തിനാ? ഇപ്പൊ അങ്ങനെ പറയണ്ട. കേട്ടില്ലേ ഫാത്തിമ ബീവിന്റെ വസിയത്ത്? കേട്ടില്ലേ? ഫാത്തിമ ബീവിന്റെ വസിയത്ത് കേട്ടില്ലേ? അങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. അത് ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ വസിയത്താ പറയണത്. ചില ആളുകൾ ആ വസിയത്തൊക്കെ നല്ല മുതലാക്കി. 4ാമത്തെ വസിയത്തല്ലേ? എന്താ വസിയത്ത്? ഞാൻ വഫാത്തായാലേ നിങ്ങൾ ഉമാമയെ കല്യാണം കഴിക്കണം. ഓ, വല്ലാത്തൊരു വസിയത്തായില്ലേ. അല്ലാഹ് നമുക്ക് നമ്മുടെ ഭാര്യയുടെ കൂടെ അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. ഇതങ്ങക്ക് ആമീൻ പറയാൻ മടി പറഞ്ഞോളി. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ കൂടെ അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നൽകട്ടെ. പാവങ്ങളാണ് അവർ, പച്ച പാവങ്ങൾ അല്ലേ, സാധുക്കളാണ്. അല്ലാഹുവേ നീ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഭാര്യമാരെ ക്ഷീണങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പേടിക്കൊന്നും വേണ്ട, ഇൻഷാ അല്ലാഹ് ഒരു വസിയത്ത് പറഞ്ഞത് മാത്രം കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വസിയത്തായിരുന്നു. എന്തിന്? ഉമാമയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉള്ളിലുള്ള രഹസ്യം എന്താ? തന്റെ പ്രിയപ്പെട്ട മക്കളായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നോക്കണ്ടേ? ചെറിയ മക്കളല്ലേ അത്. അല്ലാഹ് ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കരയുന്ന രംഗുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് നാളെ ആ വിഷയം പറയും. ഉമ്മ വിട പറയാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവസാനത്തെ ഒരു നോട്ടം നോക്കി ഉമ്മാന്റെ മുഖത്തേക്ക്. അല്ലാഹുവേ, ഉമ്മാന്റെ മുഖത്തേക്ക് കണ്ട അവസാനത്തെ ഒരു നോട്ടം, ആ നോട്ടം നോക്കിയിട്ട് ഇങ്ങനെ കരയുന്ന രംഗം നാളെ പറഞ്ഞുതരാം. അപ്പൊ ഈ വസിയത്ത് പറയാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നമ്മുടെ മക്കളെ നല്ലതുപോലെ നോക്കാൻ ഒരാളെ വേണം. കാരണം എന്താ? പക്ഷെ ഇന്നും എത്ര കുടുംബങ്ങളുണ്ട് ല്ലേ? അങ്ങനെ മക്കളെ നല്ലതുപോലെ നോക്കുന്നവരെ വേണം നിങ്ങൾ കല്യാണം കഴിക്കാൻ എന്നുള്ളൊരു സൂചന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൊടുക്കുകയാണ്. ഇപ്പൊ ചെറുപ്പത്തിലെ ഭാര്യ ചെറുപ്പത്തിലെ മരണപ്പെട്ടു. അപ്പൊ ചെറിയ മക്കളുണ്ട്. ആ മക്കള് യതീമാതിരിക്കാൻ, മക്കളെ പരിപാലിക്കാൻ നമ്മൾ ചിലപ്പോ ചില ആളുകൾ രണ്ടാമതൊരു വിവാഹം കഴിക്കും. പക്ഷെ ആ വിവാഹം കഴിക്കുന്നത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് കെട്ടിയാ പോരാ, സ്വന്തം മക്കളെ സ്വന്തമായിട്ട് കാണാനുള്ള കഴിവ് ആ പെണ്ണിന് വേണം. അല്ലാഹുവേ, എത്ര വലിയ പ്രതിഫലമാണ് വീട്ടിലേക്ക് കയറി വരുന്ന രണ്ടാനുമ്മ. ആ രണ്ടാനുമ്മായെന്ന സ്ഥാനപ്പേര് മാറ്റിയിട്ട് ഒന്നാനുമ്മയെ പോലെയാവണം. രണ്ടാനുപ്പ എന്ന് പറയുന്ന ചില ആളുകളെ എളാമ, ചില ആളുകൾ എളയമ്മ. ഒരു ഉമ്മയെ പോലെ കാണണം. അതിനെന്ത് വേണം? സ്വന്തം മക്കളെ പോലെ അവര് നോക്കം വേണം. രണ്ടാമത് കല്യാണം വെച്ച് വീട്ടിലെത്തിയ സഹോദരിമാരെ അവിടെ എളാമയായിട്ട് നിൽക്കരുത്. എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മയെ പോലെ ആ മക്കൾക്ക് നല്ലതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു ഉമ്മ കൊടുക്കുന്ന സ്നേഹം പോലെ. അല്ലാഹുവേ, അങ്ങനെയാണ് വേണ്ടത് സഹോദരിമാരെ. എത്ര മക്കളുണ്ട്, പ്രിയപ്പെട്ട പിതാവ്, പ്രിയപ്പെട്ട അച്ഛൻ. അല്ലാഹുവേ, അവരെ ഒന്നാമത്തെ ഭാര്യ മരണപ്പെടുമ്പോ രണ്ടാമതിന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ആ മക്കളെ നോക്കാത്തവരില്ലേ, ആ മക്കൾക്ക് സ്ഥാനം കൊടുക്കാത്തവരില്ലേ, ആ മക്കളെ വിഷമിപ്പിക്കുന്നവരില്ലേ, ആ മക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്നവരില്ലേ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഒന്നാമത്തെ ഉമ്മയില്ലാത്തതിന്റെ സങ്കടോ നമ്മളെ കൊണ്ട് അവിടെ വന്ന് പരിഹരിക്കണം സഹോദരിമാരെ. ആ കുടുംബത്തിലാണ് റഹ്മത്തുള്ളതെന്ന് നമ്മൾ മറക്കല്ലേ.
അങ്ങനെ നാലാമത്തെ വസിയത്ത് പറഞ്ഞല്ലോ. അഞ്ചാമത്തെ വസിയത്ത് ഇൻഷാ അല്ലാഹ് പറഞ്ഞു ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ കൈയങ്ങ് ചേർത്ത് പിടിച്ചു. കരയല്ല ഫാത്തിമ, കരയല്ല ഫാത്തിമ, കരയല്ല ഫാത്തിമ. ലോകത്തോട് വിട പറയാൻ ഒരുങ്ങി നിൽക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവസാനമായി കണ്ണുകൾ അടക്കുന്നതിന് മുമ്പ് പറയുകയാണ്, തങ്ങളെ എനിക്ക് നിങ്ങൾ ഇച്ചിരി വെള്ളം തരാവോ തങ്ങളെ. ഭർത്താവിന്റെ കൈ കൊണ്ട് അല്പം വെള്ളം കുടിക്കുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറയാണ്, തങ്ങളെ എന്റെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു മൺപാത്രം എന്റെ വീടിന്റെ അകത്തുണ്ട് തങ്ങളെ. ആ പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തങ്ങളെ. ആ വെള്ളമൊന്ന് കൊണ്ടുവരാവോ, ആ വെള്ളമൊന്ന് കൊണ്ടുവരാവോ. വഫാത്തെടുത്ത സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചിരുന്ന വെള്ളപ്പാത്രം, മുത്തു റസൂലുള്ളാഹി കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വെള്ളപ്പാത്രം, ആ വെള്ളപ്പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരികയാണ്. മരണപ്പെടാൻ പോകുന്ന സമയത്ത് സംസം വെള്ളം കൊടുക്കാറില്ലേ നമ്മള്? മരണപ്പെടാൻ പോകുന്ന സമയത്ത് മന്ത്രിച്ചൂതിയ വെള്ളം കൊടുക്കാറില്ലേ നമ്മള്? അല്ലാഹുവേ, എത്ര ഉമ്മമാരെ ബാപ്പമാരെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, എത്ര ചെറുപ്പക്കാരാ പറഞ്ഞത്. എന്റെ ഉമ്മയുടെ അവസാന സമയത്ത് അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ വെച്ച വെള്ളത്തില്, ഫാത്തിഹോദി മന്ത്രിച്ച വെള്ളത്തില്, ജനലക്ഷങ്ങൾ ആമീൻ പറഞ്ഞ മജ്ലിസിൽ വെച്ച വെള്ളോ, ആ വെള്ളം കുടിച്ചിട്ടാ ഉമ്മ മരണപ്പെട്ടത്. ആ വെള്ളം കുടിച്ചിട്ടാ ബാപ്പ മരണപ്പെട്ടത്. സംസം വെള്ളം കുടിച്ചിട്ടാ ഉമ്മ മരണപ്പെട്ടത്. സംസം വെള്ളം കുടിച്ചിട്ടാ ബാപ്പ മരണപ്പെട്ടത്. അല്ലാ അല്ലാ, മരണസമയത്ത് നല്ല വെള്ളം കുടിച്ച് ബറക്കത്തുള്ള വെള്ളം കുടിച്ച് മരണപ്പെടുക എന്നുള്ളത് അതൊരു മറ്റൊരു ബറക്കത്തിന്റെ അടയാളമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാ, വഫാത്തിന്റെ സമയം കണ്ണടക്കുന്നതിന് മുമ്പ് ഫാത്തിമ ബീവി അലിയാർ തങ്ങളോട് പറയുകയാണ്, അലിയാർ തങ്ങളെ, എന്റെ മുത്തു റസൂലുള്ളാഹി ഉപയോഗിച്ചിരുന്ന ബറക്കത്തിന്റെ ഒരു പാത്രം അകത്തുണ്ട് തങ്ങളെ. ആ പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട് തങ്ങളെ, ഒന്ന് കൊണ്ടുവരാവോ? ആ വെള്ളം ഒന്ന് കൊണ്ടുവന്നിട്ട് എനിക്കൊന്ന് തരാവോ തങ്ങളെ? ആരുടെ ചരിത്രമാ പറയുന്നത് മോളെ? ലോകം കരഞ്ഞുപോയ ചരിത്രമാ. ചരിത്രം കരഞ്ഞുപോയി പെങ്ങളെ, ചരിത്രം കരഞ്ഞുപോയി പെങ്ങളെ. അല്ലാഹുവിന്റെ മാലാഖമാരെ കരഞ്ഞുപോയി പെങ്ങളെ. ലോകത്തോട് വിട പറയുമ്പോ ഇത്ര നല്ല സ്നേഹത്തോടെ വിട പറഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഭർത്താവിന്റെ കയ്യിൽ ഒരു പളങ്ക് പാത്രം പോലെ മടിയിൽ തലവെച്ച് ലോകത്തോട് വിട പറഞ്ഞ പുന്നാര മുത്തു റസൂലുള്ളാഹി, പുന്നാര മോളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അറിവിന്ദിലാവിന്റെ മജ്ലിസ് കാണുന്ന സാദാത്തീങ്ങൾ, അവരുടെ ബീവിമാരെ, അവരുടെ മക്കൾ, അവരുടെ പേരമക്കള്, അവരുടെ എല്ലാ വലിയുമ്മയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണമല്ലോ. ഫാത്തിമ ബീവിയെ പോലെ ജീവിതം ഒരു പ്രകാശമായി, ജീവിതം ഒരു പ്രകാശമായി, ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നീക്കി വെക്കാൻ അറിവിന്ദിലാവിന്റെ സഹോദരിമാരെ, നിങ്ങളെ മനസ്സ് കാണിക്കണം ഉമ്മമാരെ. അതുകൊണ്ടാണല്ലോ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ അറിവിന്ദിലാവിന്റെ പരിശുദ്ധമായ മജ്ലിസിൽ ഇരിക്കുന്ന ഉമ്മ. എത്ര ക്ഷീണമുണ്ടെങ്കിലോ, എത്ര രോഗമുണ്ടെങ്കിലോ, എത്ര തളർച്ചയുണ്ടെങ്കിലോ, എത്ര വയ്യെങ്കിലുമല്ല, ഒരുപാട് ഒരുപാട് ഉമ്മമാരെ ബാപ്പമാർ. ഒരു ചെറുപ്പക്കാരൻ പറയാ, ഉസ്താദേ എന്റെ വലിയുപ്പാക്ക് തീരെ സുഖമില്ല. എന്റെ വലിയുപ്പ അറിവിന്ദിലാവിന്റെ മജ്ലിസ് നടക്കുമ്പോ ഉപ്പ ഇരിക്കുന്ന കസേരയിൽ ഇരുത്തിയിട്ട് ആ കസേര പൊക്കി പിടിച്ചിട്ട് മൊബൈലിന്റെ മുന്നിൽ കൊണ്ടുവന്ന് എന്റെ വാപ്പയെ ഞങ്ങൾ
വെക്കുമായിരുന്നു. പാപ്പക്ക് നടക്കാൻ കഴിയൂല. പാപ്പ ഞങ്ങൾ മൊബൈലിലൂടെ ടിവിയിലൂടെ അറിവിന്റെ ലാഭ കേൾക്കുമ്പോ അതിന്റെ സദസ്സിലിരിക്കാൻ പാപ്പ ചാരിയിരിക്കുന്ന കസേര മൊത്തം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നവിടെ പാപ്പയെ സദസ്സിൽ ഇരുത്തുമായിരുന്നു. അറിവിന്റെ നിലാവിന്റെ ഇൽമിന്റെ മജ്‌ലിസ് കേൾക്കുന്ന ഞങ്ങള് ഉമ്മമാർക്കും പാപ്പമാർക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. സുഖമില്ലാതെ കിടക്കുന്ന കിടപ്പറയിൽ കിടന്നുകൊണ്ട് പാവപ്പെട്ട സഹോദര സഹോദരിമാർ ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ട്, വീടുകളിൽ ഇരുന്നു കൊണ്ട്, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഇന്ത്യ രാജ്യത്തിനകത്തും പുറത്തും ഇരുന്നു കൊണ്ട് എത്രയോ മലയാളികൾ ഈ മജ്‌ലിസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അവരെ എല്ലാ സങ്കടം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ എല്ലാ സങ്കടം നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളതല്ലാ, ഈ മജ്‌ലിസ് എല്ലാം കേൾക്കുമ്പോ ഫാത്തിമ ബീവിയുടെ വഫാത്ത് പറയുമ്പോ അങ്ങനെ ഒരു വഫാത്ത് എനിക്ക് വേണമല്ല, അങ്ങനെ ഒരു മരണം എനിക്ക് വേണമല്ല, അങ്ങനെ ഒരു മരണം എനിക്ക് വേണമല്ല, അങ്ങനെ ഒരു മരണം എനിക്ക് വേണമല്ല. അങ്ങനത്തെ ഒരു മരണം കൊതിക്കണം മറിവിന്നിലാവിന്റെ പൊന്നുമോളെ, അങ്ങനത്തെ ഒരു മരണം കൊതിക്കണം മറിവിന്നിലാവ് കേൾക്കുന്ന ഉമ്മമാരെ. ഫാത്തിമ ബീവി ലോകത്തോട് വിട പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു മരണം എനിക്ക് വേണമെന്ന് ഈ മജ്‌ലിസിൽ നിന്ന് ആഗ്രഹിക്കണം. അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബങ്ങളോട് സ്നേഹത്തോടെ പറയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ ഇച്ചിരി വെള്ളം കൊണ്ടുവരുമോ? അവസാനമല്ലേ അലി റളിയല്ലാഹു അൻഹു ഉള്ളിൽ ചെന്നു. മുത്തു റസൂലുള്ള ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ മൺകുടമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ പാത്രമുണ്ടായിരുന്നു. ആ പാത്രത്തിലെ വെള്ളം കൊണ്ടുവരുന്ന അല്ലാഹ്, ആ വെള്ളം കൊണ്ട് വന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വായയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പുന്നാര റസൂലിനെ പൂമോളല്ലേ ഫാത്തിമ ബീവി, ഹസൈൻ ഹുസൈനോ റോഡ് ഉമ്മ ഫാത്തിമ റളിയല്ലാഹു. വഫാത്തിന്റെ സമയത്ത് ഭർത്താവാകുന്ന അലി റളിയല്ലാഹു അൻഹു കുറച്ച് വെള്ളം കൊണ്ടുവരികയാണ്. ആ വെള്ളം കൊണ്ടുവന്നിട്ട് വായയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന അല്ലാഹ്, അവസാനത്തെ ആഗ്രഹമല്ലേ, അവസാനത്തെ ആഗ്രഹമല്ലേ. അങ്ങനെ അതാ വെള്ളം കുടിച്ചിട്ട് രണ്ട് മക്കളെയും സമീപത്തേക്ക് ചേർത്ത് വിളിക്കുകയാണ്. അറിയാതെ കേൾക്കാൻ കഴിയോ പെങ്ങളെ? സങ്കടപ്പെടാതെ കേൾക്കാൻ കഴിയോ പെങ്ങളെ? സ്വന്തം ഭർത്താവിനെ തനിച്ചാക്കിയിട്ട്, രണ്ട് പിഞ്ചോമനുകൾ തനിച്ചാക്കിയിട്ട് സ്വർഗത്തിന്റെ രാജകുമാരൻ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയാ. വഫാത്താകുന്ന സമയത്ത് തന്റെ ഹസൈൻ ഹുസൈൻ രണ്ട് മക്കളെ ചേർത്ത് പിടിക്കുകയാണ്. രണ്ട് മക്കളെയും ചേർത്ത് പിടിക്കുകയാണ്. രണ്ട് മക്കളെയും രണ്ട് ഭാഗത്തേക്ക് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഭർത്താവിനോട് പറയുന്ന, തങ്ങളെ നമ്മുടെ ഹസൈൻ ഹുസൈൻ ഒരിക്കലും സങ്കടപ്പെടാ പാടില്ല തങ്ങളെ, ഒരിക്കലും അവരെ കണ്ണ് നിറയരുത് തങ്ങളെ, ഒരിക്കലും അവരെ കണ്ണ് നിറയരുത് തങ്ങളെ, ഒരിക്കലും അവരെ കണ്ണ് നിറയരുത് തങ്ങളെ. നമ്മുടെ ഹസൈൻ ഹുസൈൻ എന്ന പുന്നാര മക്കളുണ്ടല്ലോ, ഒരു ഉമ്മയെ പോലെ, ഒരു ഉമ്മയെ പോലെ, ഫാത്തിമ എന്ന എന്റെ ഉമ്മയെ പോലെ സ്നേഹം നിങ്ങളെ കൊടുക്കണം തങ്ങളെ. ഈ ഉമ്മ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാ അവരെ കണ്ണ് നിറയും തങ്ങളെ. നിങ്ങളെ ഉമ്മ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും തങ്ങളെ. എത്ര മക്കളുണ്ടങ്ങനെ ഉമ്മ ഇവിടെ പറഞ്ഞിട്ട്, പാപ്പ ഇവിടെ പറഞ്ഞിട്ട്, അല്ലാ അല്ലാ, ഇപ്പോഴും ഉമ്മയെ സ്വപ്നം കണ്ട് ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന മക്കളുണ്ടല്ലോ, പാപ്പയെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന പൂമ്പാറ്റകളില്ലേ. അവരുടെ വില, അവരുടെ മനസ്സിന്റെ വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പ്രിയപ്പെട്ടവരെ. ചെറിയ മക്കളെ കാണുമ്പോ വല്ലാത്ത സങ്കടമാണ്. പാപ്പയില്ലാത്ത
ചെറിയ മക്കളെ കാണുമ്പോ കണ്ണ് നിറയാറുണ്ട്. ഉമ്മയില്ലാത്ത ചെറിയ മക്കളെ കാണുമ്പോ പലപ്പോഴും എന്റെ കണ്ണ് നിറയാറുണ്ട്. അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അവസാനമായിട്ട് രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് അലിയാർ തങ്ങളോട് പറയുന്നു, തങ്ങളെ, നമ്മുടെ മക്കൾ ഒരിക്കലും കണ്ണ് നിറയാ പാടില്ല തങ്ങളെ. ഒരു ഉമ്മയെ പോലെ നിങ്ങൾ സ്നേഹം കൊടുക്കണേ, ഒരു മാപ്പയിലേറെ ഒരു ഉമ്മയെ പോലെ നിങ്ങൾ സ്നേഹം കൊടുക്കണേ തങ്ങളെ. അല്ലാഹുവേ, അപ്പോഴും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായിട്ടില്ല എന്റെ ഉമ്മ ലോകത്തോട് വിട പറയുകയാണെന്ന് മനസ്സിലായിട്ടില്ല. ചെറിയ മക്കളാണല്ലോ, ചെറിയ മക്കളാണല്ലോ, പിഞ്ചോമന പൈതലുകളാണല്ലോ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ആ ചെറിയ രണ്ട് പൂമ്പാറ്റകൾക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ മനസ്സിലായപ്പോ അവരുടെ രണ്ടുപേരുടെയും കണ്ണ് നിറയുകയാണ്. ആ കണ്ണ് നിറഞ്ഞ സന്ദർഭം ഉമ്മ മരണപ്പെട്ടു, ഉമ്മ വിട പറഞ്ഞു എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്ന ആ ഒരു രംഗം ഇൻഷാ അല്ലാഹ് അവസാനമായി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അലി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് കണ്ണുനീര് തുടച്ചു കൊടുത്ത് പറഞ്ഞു, ഫാത്തിമ, കരയല്ല ഫാത്തിമ, നിന്റെ ബാപ്പച്ചിയുടെ സമീപത്തേക്കല്ലേ നീ പോകുന്നത്. സ്വർഗ്ഗത്തിലെ ഹൂറിന്റെ രാജകുമാരിയായ ഫാത്തിമ, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലിയേ, രണ്ട് വസിയത്ത് കൂടി എനിക്കുണ്ട്. ആ രണ്ട് വസിയത്ത് കൂടി നിങ്ങൾ എനിക്ക് ചെയ്തു തരാമോ അലിയേ? ഭാര്യമാരെ സ്ത്രീധനത്തിന്റെ പേരിൽ കഴുത്തറുത്തു കൊള്ളുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരില് കല്യാണത്തിന് ഭാര്യ വീട്ടുകാരെ സമ്പത്ത് കൊടുത്തത് കുറഞ്ഞു പോയതിന്റെ പേരില് ഭാര്യയെ പീഡിപ്പിക്കുന്ന കാലഘട്ടം, ഭാര്യമാരെ കഴുത്തറുത്തു കൊള്ളുന്ന കാലഘട്ടം, ഭാര്യ അപകടത്തിൽ കിടത്തുന്ന കാലഘട്ടം, ആരുമില്ലാത്ത കുളത്തിലും തോട്ടിലും പുഴയിലും കടലോരത്തും വന്നിട്ട് ഭാര്യമാരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന കാലഘട്ടോ, പാപിനെ കൊണ്ട് ഭാര്യയെ കൊത്തിപ്പിച്ച് കൊല്ലുന്ന കാലഘട്ടം. ഇതെന്തൊരു കാലമാണ് റബ്ബേ, ഇതെന്തൊരു സമുദായമാണ് റബ്ബേ. മാറ്റം വരട്ടെ ചെറുപ്പക്കാരാ, മാറ്റം വരട്ടെ ഈമാനുള്ള നിങ്ങളെ. അറിവിന്റെ ലാവിലൂടെ നമ്മുടെ വീടിന്റെ അകത്തേക്ക് പ്രകാശം കടന്നു വരട്ടെ. ഇരുള് നിറഞ്ഞ വീടിന്റെ അകത്ത് പിണങ്ങി കഴിയുന്ന കുടുംബത്തിലേക്ക് അറിവിന്റെ ലാവിലൂടെ പ്രകാശം കടന്നു വരട്ടെ. പെങ്ങളെ, പിണങ്ങരുത്, പരസ്പരം പിണങ്ങരുത്. ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങിക്കളിയരുത്. പരസ്പരം കൊടുത്ത കേസുകൾ, പരസ്പരം അകന്നു നിൽക്കുന്നത്, പരസ്പരം പിണങ്ങി നിൽക്കുന്നത് എല്ലാം ഒന്ന് ശരിയാക്കി ഹിദായത്തിന്റെ വഴിയിലേക്ക്, ഒരു സുന്ദരമായ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഫാത്തിമ ബീവിയുടെ ചരിത്രം നമുക്കൊരു പാഠമാവട്ടെ. അവസാനം പറഞ്ഞു, രണ്ട് വസിയത്ത് കൂടിയുണ്ട്, നിറവേറ്റി തരുമോ? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ആ രണ്ട് വസിയത്ത്? എത്ര വസിയത്തായി? 4 എണ്ണായി അല്ലേ? 4 വസിയത്ത്, 5 എണ്ണായി. ഏത്? 2 മക്കളെയും കരയിപ്പിക്കരുത്, 5 വസിയത്തായി. അല്ലാഹുവേ, 6ാമത്തെ വസിയത്ത് എന്താ? 7ാമത്തെ വസിയത്ത് എന്താ? 2 വസിയത്ത് കൂടിയുണ്ട്. ആ 2 വസിയത്ത് കൂടി പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട്, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയാം. ചരിത്രം കരഞ്ഞ നിമിഷങ്ങളാണ്, ചരിത്രം കണ്ണുനീരൊഴുക്കിയ നിമിഷങ്ങളാണ്. ആ 2 വസിയത്ത് കൂടിയുണ്ട്. ആ 2 വസിയത്ത് ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ വെച്ച് നമ്മൾ പറയും. നാളെ ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ വെച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ അവസാനത്തെ 2 വസിയത്ത്, ഇന്നിപ്പോ മൊത്തം 5 എണ്ണം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. ഇനി ആ 2 അവസാനത്തെ 2 വസിയത്ത് കൂടി പറഞ്ഞിട്ട്
ലോകത്തെ മുഴുവനും സങ്കടത്തിലാക്കി പ്രിയപ്പെട്ട മുത്തു റസൂലുള്ളാഹിന്റെ പൊന്നുമോൾ മദീനയിൽ പ്രവാചകന്റെ ചാരത്ത് മദീനയുടെ മണ്ണിൽ ഒരു രാജകുമാരിയെ പോലെ കിടന്നിറങ്ങുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അല്ലാഹുവേ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്ന രംഗം. അവസാനത്തെ മറ്റൊരു വസിയത്ത് കൂടിയുണ്ട്. ആ വസിയത്ത് ഉമ്മമാരെ നമ്മൾ കേൾക്കണം. ആ വസിയത്ത് ബാപ്പമാരെ നമ്മൾ കേൾക്കണം. ചെറുപ്പക്കാരാ, നെഞ്ചി പിടക്കുമോ? നെഞ്ചിലേക്ക് ഈമാനങ്ങ് തുളച്ചു കയറും. അല്ലാഹുവേ, ചെറുപ്പത്തിലെ ലോകത്തോട് വിട പറഞ്ഞു പോയ ചെറുപ്പക്കാരിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അല്ലാഹുവേ, അവിടത്തുകൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണം അല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ മഹബ്ബത്ത് വെക്കുന്നവരാ ഞങ്ങളെ. അവിടത്തെ കുടുംബത്തെ മഹബ്ബത്ത് വെക്കുന്നവരാ ഞങ്ങളെ. അവിടത്തെ കുടുംബമായ അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെക്കുന്നവരാ ഞങ്ങളെ. സാദാതീങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരാ ഞങ്ങളെ. അല്ലാഹുവേ, ചരിത്രം പോലും കരഞ്ഞു പോയ നിമിഷങ്ങളാണ്. മുത്തു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം മദീന സങ്കടത്തിലായിരുന്നു. വീണ്ടും അതാ മറ്റൊരു സങ്കടം കൂടി. ആരുടെ വഫാത്ത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. അത് പറയുമ്പോ കരയാതിരിക്കാൻ കഴിയൂല ഉമ്മമാരെ. കണ്ണിലേക്ക് ഇരുട്ട് വരാതിരിക്കൂല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് മഹദിയുടെ കൂടെ സ്വർഗമാണ്. ഇത് സിനിമയല്ല, ഇത് നോവലല്ല, ഇത് സീരിയലല്ല. അറിവിന്റെ ഓരോ മജ്‌ലിസുകളും നിങ്ങളെ കുടുംബം നന്നാവാനുള്ള വിഷയങ്ങളാ ഉസ്താദ് പറഞ്ഞു തരുന്നത്. എങ്ങനെയെങ്കിലും പിണങ്ങിക്കഴിയുന്നവരെന്ന് ഒന്നിക്കട്ടെ, എങ്ങനെയെങ്കിലും കുടുംബത്തിലൊന്ന് സന്തോഷമുണ്ടാവട്ടെ, എങ്ങനെയെങ്കിലും അസുഖങ്ങളും ശിഫയായി തളർന്നിരിക്കുന്നവർ, ഒറ്റപ്പെട്ട് കഴിയുന്നവർ ആരുമില്ല എന്ന് കരുതിയവരെ, അല്ലാഹുവേ, ജീവിതം അവസാനിച്ചു എന്ന് കരുതിയവരെ, എന്റെ ജീവിതം എന്തേ, എന്റെ ജീവിതം മാത്രമെന്തേ ഇങ്ങനെയായി എന്ന് കരുതിയവർ, അല്ല, ഒരിക്കലും നിങ്ങളെ തനിച്ചല്ല.